ബിൻചേട്ടാ, ഒരു രാഷ്ട്രീയ യുഗം ഉം. അവസാനിക്കുന്നു. VS ബാക്കി വെച്ച് പോയ പല കാര്യങ്ങളും ഇനി വരും കാലഘട്ടങ്ങളിൽ CPM-നകത്താണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇടപെട്ട് നിൽക്കുന്ന ആളുകൾക്കാണെങ്കിലും ഒരുപാട് പഠിക്കാനുള്ളതാണ് VS ബാക്കി വെച്ച് പോയി. എങ്ങനെയാണ് ബിൻചേട്ടന് VS ഓർമ്മിച്ചെടുക്കുന്നത്? തീർച്ചയായും VS എന്ന് പറയുമ്പോൾ ഒരു വികാരമാണ്. കണ്ണേ കരളെ VS എന്ന് VSന് മാത്രം ഉള്ള മുദ്രാവാക്യമാണ് CPM. അതായത് ഈ പറഞ്ഞതുപോലെ VS എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ 102 വയസ്സ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം 80 വയസ്സിന് ശേഷമാണ് അദ്ദേഹം മറ്റൊരു രൂപത്തിൽ, നമ്മൾ ഈ സിനിമയിലൊക്കെ ട്രാൻസ്ഫോർമേഷൻ പറയുന്ന പോലെ ഇപ്പോൾ ജനാർദ്ദൻ അല്ലെങ്കിൽ ബാബുരാജ് എന്നീ അതുപോലുള്ള നടന്മാരൊക്കെ ആദ്യഘട്ടത്തിൽ വില്ലനായിട്ട് പിന്നീട് കൊമേഡിയന്മാരായി മാറുന്നത് പോലെ VS ഒരു പരുക്കനായ മുഖമായിരുന്നു. VSൻ്റെ 80-കൾക്ക് മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ അദ്ദേഹം അത്രയധികം സമര പോരാട്ടങ്ങളിലൂടെ പുന്നപ്ര വയലാർ അടക്കമുള്ള സമര പോരാട്ടങ്ങളിൽ മരണം വരെ മുന്നിൽ കണ്ട് ചാക്കിൽ കെട്ടി കൊണ്ടുപോയപ്പോൾ ഒരാൾ രക്ഷപ്പെടുത്തിയതാണ്. അപ്പോൾ അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ്. VSൻ്റെ അടുത്ത് ഒരിക്കൽ ദൈവമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദൈവമില്ല എന്നാണ് VS. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ ജനിച്ച ഉടൻ തന്നെ അമ്മയ്ക്ക് വസൂരി പിടിപെട്ടു. അപ്പോൾ അമ്മയെ അന്നത്തെ കാലത്ത് വസൂരി പിടിപെട്ട് കഴിഞ്ഞാൽ ഒരു വലിയ ഒരു ചെറ്റ കൊണ്ട് മൂടിയ ഒരു പുരയിൽ താമസിപ്പിച്ചിട്ട് ഭക്ഷണമൊക്കെ ആരെങ്കിലും എറിഞ്ഞു കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നീട് അവസാനം ഇവർ മരിക്കുമ്പോൾ അത് മൊത്തത്തിൽ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അമ്മയെ കാണണമെന്നും പറഞ്ഞ് നിലവിളിച്ചപ്പോൾ അച്ഛൻ കൊണ്ടുവന്ന് ദൂരേക്ക് ചൂണ്ടിക്കാണിക്കും, അമ്മ അതിനകത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അതിനകത്തിരുന്ന് കാണുന്നുണ്ടാവും താൻ കരയുന്നതെന്നൊക്കെ പറയും. അപ്പോൾ എല്ലാ ദൈവങ്ങളെയും നീട്ടി വിളിക്കും, എൻ്റെ അമ്മയെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ദിവസം അമ്മ ഇതുപോലെ മരിക്കുകയാണ്, അത് കത്തിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അച്ഛൻ ആണെല്ലാം, അച്ഛനും എൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന് ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ചു. കുറച്ച് വർഷം, അതായത് ചെറുപ്രായത്തിൽ തന്നെ അച്ഛനും മരിച്ചു. ഈ രണ്ടുപേരെയും ക്കും വേണ്ടി ഞാൻ ഉള്ളുരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈ രണ്ടുപേരെയും തിരിച്ച് കിട്ടണമെന്ന് പറഞ്ഞു. പക്ഷേ രണ്ടുപേരെയും തിരിച്ച് കിട്ടിയില്ല. പിന്നെ എനിക്ക് ഒരു ദൈവമുള്ളതായിട്ട് തോന്നിയിട്ടില്ല എന്നാണ് അദ്ദേഹം കണ്ണ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പല പരാമർശങ്ങളും അതൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർത്തെടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 2006-ൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ചാർജ് എടുത്ത ശേഷം പിന്നീട് മൂന്നാർ ദൗത്യം, അങ്ങനെയൊക്കെയുള്ള മതികെട്ടാൻ മല, അതിൽ നടത്തിയ പോരാട്ടങ്ങൾ, പിന്നെ ഈ സ്ത്രീ സുരക്ഷയ്ക്കായി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, ഇതൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം വളരെ അത്ര ഒരു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന സമയത്തും അത്തരത്തിൽ വലിയ സമര പോരാട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരുപാട് ഈ മാരാരിക്കുളത്തൊക്കെ അദ്ദേഹത്തെ മുൻനിർത്തി, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ മുൻനിർത്തിയായിരുന്നു പാർട്ടി ഇലക്ഷൻ നേരിട്ടത്. പക്ഷേ മാരാരിക്കുളത്ത് അദ്ദേഹത്തെ പാർട്ടിക്കാർ തന്നെ തോൽപ്പിച്ചു. പക്ഷേ ആ സമയത്തും അദ്ദേഹം പാർട്ടി വിടാതെ എപ്പോഴും, ഇപ്പം നമുക്കറിയാം ഈ ഗൗരിയമ്മയും MV രാഘവനും ഒക്കെ പാർട്ടി വിട്ടു പോകേണ്ട സാഹചര്യം വന്നു, അവർ പോവുകയും ചെയ്തു. പക്ഷേ VS ആ സമയത്തെല്ലാം പാർട്ടിക്കൊപ്പം അടിയുറച്ച് തന്നെ നിന്നു. അദ്ദേഹം അഭിപ്രായങ്ങൾ പരസ്യമായി രേഖപ്പെടുത്തി. പിണറായിക്കെതിരെയുള്ള വിഭാഗീയത സമയത്തൊക്കെ അദ്ദേഹം വളരെ പരസ്യമായി തന്നെ എല്ലാ നിലപാടുകളും തുറന്നു പറഞ്ഞു. ഒരുപക്ഷെ CPM-ൽ ഇത്രയധികം ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ മറ്റൊരു നേതാവ് ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം VS തന്നെയാണ് പിണറായിയും വളർത്തിയത്. കാരണം അതിലൂടെയാണ്, VS-ലൂടെ തന്നെയാണ് പിണറായി വളർന്നു വരുന്നത്. കാരണം ഇവരുടെ വിഭാഗീയത തുറന്നാണ് പിന്നെ VS അനാരോഗ്യം മൂലം മാറുകയും പിണറായി ഉയർന്നു വരികയും ചെയ്തു. ഒരുപക്ഷെ 2006-ന് ശേഷം നടന്ന 2011-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS-നെ മുന്നിൽ നിർത്തി CPM നയിച്ചിരുന്നുവെങ്കിൽ, CPM ഇലക്ഷനെ നേരിട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 2011-ൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരില്ലായിരുന്നു. കാരണം ഏകദേശം 10ഓളം മണ്ഡലങ്ങളിൽ വളരെ തുച്ഛമായ വോട്ടുകൾക്കാണ് അന്ന് UDF വിജയിച്ച 72 സീറ്റും 68 സീറ്റും എന്നുള്ള നിലയിൽ 2 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് അന്ന് ഉമ്മൻചാണ്ടി ഭരിക്കുന്നത്. അന്ന് VS-നെ മുന്നിൽ നിർത്തി ഒരുപക്ഷെ CPM ഇലക്ഷനെ നേരിട്ടിരുന്നെങ്കിൽ അന്ന് തന്നെ തുടർഭരണം CPM-ന് ഉണ്ടാകുമായിരുന്നു. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള നേതാക്കൾ എപ്പോഴും അവർക്ക് കണ്ണിൽ കരടാണ്. അന്നവർ പറഞ്ഞത് പാർട്ടിക്കും മീതെ VS വളരുന്നു, അത് ശരിയല്ല, പാർട്ടിയുടെ നയങ്ങൾക്കെതിരാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പിണറായി എല്ലാത്തിനേക്കാൾ ഉയരില്ല, പാർട്ടിക്കും ദേശീയ സെക്രട്ടറിക്കും എല്ലാത്തിനും ഉയരത്തിൽ പിണറായി വിജയൻ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ VS-നെ സംബന്ധിച്ചിടത്തോളം VS ഒരു യുഗമാണ്, ഒരു യുഗാന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകൾ, അദ്ദേഹം KK രമയെ പോയി ആശ്വസിപ്പിച്ച ആ ചിത്രത്തിൻ്റെയൊക്കെ പ്രസക്തി ഭയങ്കര വിപ്ലവകരമായ തീരുമാനമായിരുന്നു VS-നെ സംബന്ധിച്ചിടത്തോളം. രാഷ്ട്രീയപരമായിട്ട് CPM-ന് ഒരുപക്ഷെ ഏറ്റവും വലിയ തിരിച്ചടിയും ചന്ദ്രശേഖരൻ വാദത്തിന് ശേഷം KK രമയെ പോയി ആ ഒരു കൈപിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു പടം ഉണ്ടല്ലോ. അതെ, കണ്ണാടി കുറച്ചൂരി പോയി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പടം.
അത് വളരെ ഇപ്പോൾ കെ രമ ഇന്നലെ പറഞ്ഞല്ലോ, എല്ലാം കൊണ്ടും തകർന്ന നിമിഷത്തിൽ ഒരു പിതാവിൻ്റെ സ്വാന്തനമാണ് ആ സമയത്ത് അനുഭവപ്പെട്ടത്. ഒരു വലിയൊരു കരുതലാണ്. എല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തൊക്കെയോ തനിക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, തനിക്ക് ഇത്രയും കരുത്തനായ ഒരു പിതാവ്, അല്ലെങ്കിൽ എന്തൊക്കെയോ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ VS പകരം അത് വേറൊരു CPM നേതാവായിരുന്നെങ്കിൽ അന്നത്തെ ദിവസം അയാൾ CPM പുറത്താവുമായിരുന്നു. അതെ. അതുപോലെ തന്നെ അദ്ദേഹം ഈ പാർട്ടി സമ്മേളന വേദിയിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അത് മറ്റൊരാളാണെങ്കിൽ ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അത് ഈ 102-ാം വയസ്സിൽ മരിക്കുമ്പോഴും ഇന്നലെ രാത്രിയൊക്കെ അണമുറിയാതെ ജനപ്രവാഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം അദ്ദേഹത്തെ അത്രയധികം ജനങ്ങൾ സ്നേഹിച്ചിരുന്നു. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ നേതാവെന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ജനകീയനായ ഒരു നേതാവ്. അതെ. കാരണം എല്ലാവർക്കും പ്രാപ്യമായ ഒരു നേതാവ്. കാരണം ഇപ്പോഴത്തെ ഇതുപോലെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ വലിയ കൊട്ടാരങ്ങളിൽ നിൽക്കുന്ന നേതാവല്ലായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന, അത്രയധികം ജനങ്ങളെ സ്നേഹിച്ച, അതാണ് കണ്ണേ കരളെ VS എന്നൊരു പാർട്ടി മുദ്രാവാക്യം വിളിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അതായത് ഈ മാരാരിക്കുളത്തുനിന്നൊക്കെ തോറ്റു കഴിഞ്ഞിട്ട് മലമ്പുഴയിലേക്ക് തൻ്റെ തട്ടകം മാറ്റുന്ന സമയത്ത് ആദ്യമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങുമ്പോൾ അവിടെ നിന്നാണ് ഈ മുദ്രാവാക്യം വരുന്നത്. കണ്ണേ കരളെ VS, ഞങ്ങളെ ചെങ്കിലെ റോസാപ്പൂ എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം മലമ്പുഴ എന്നതാണ് അത് തുടങ്ങുന്നത്. അതിന്ന് കേരള ജനത രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അത് ഉയർത്തി വിളിക്കുകയാണ്. കാരണം അത്രമാത്രം ഒരു ഇൻഫ്ലുവൻസ് ഈ മനുഷ്യൻ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അതെ, തീർച്ചയായിട്ടും. അതായത് VS പറഞ്ഞതുപോലെ ആദ്യ ഘട്ടത്തിൽ ഒരു പരുക്കനായ നേതാവിൽ നിന്ന് അദ്ദേഹം ഒരു ജനകീയനായ നേതാവിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ സിനിമയിൽ പറഞ്ഞാൽ ഈ നടന്മാർ പെട്ടെന്ന് വേഷപ്പകർച്ച ഉണ്ടാകുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം. അതിനു മുമ്പ് വളരെ കരുത്തനായ ഭയങ്കരമായ ഒരു EMSനെതിരെ പോലും അന്ന് നിന്നിട്ടുണ്ട് അദ്ദേഹം പല കാര്യങ്ങളിലും. അതോടൊപ്പം CPMനെ രൂപപ്പെടുത്തിയ നേതാവ്, പുന്നപ്ര വയലാർ സമരനായകൻ, അങ്ങനെ എന്തെല്ലാം വിശേഷണങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷേ അദ്ദേഹം പിന്നീട് ഈ പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ജനങ്ങളിൽ ഒരാളായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതുമാത്രമല്ല ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഒരു 80-കൾക്ക് മുമ്പൊക്കെ VS പോകുന്നിടത്ത് വളരെ സീരിയസ് ആയ ആളുകളായിരുന്നു VSൻ്റെ പ്രസംഗം കേൾക്കാൻ പോയിരുന്നെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് 90-കൾക്ക് ശേഷം VS ഒരു കരിസ്മ ആയി മാറുകയായിരുന്നു, ക്രൗഡ് പുള്ളറായി മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ നമ്മൾ സിനിമാ താരങ്ങളൊക്കെ പോകുമ്പോൾ അത്രയും ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്ത കാര്യമാണത്. VS ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. അവിടെ LDF മാത്രമല്ല വരും, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ വരെ VS പ്രസംഗം കേൾക്കാൻ വരും. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ CPMൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് മരിച്ചാൽ ഒരുപക്ഷെ ഈ BJPയിലുള്ളവരോ കോൺഗ്രസ്സുകാരൊക്കെ ചിലപ്പോൾ അനുശോചനം രേഖപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ ഇത് ഇടാം. പക്ഷേ നമ്മൾ ഇന്നലെ കണ്ടത് ഈ സംഘപരിവാർ ഗ്രൂപ്പുകളിലും സംഘപരിവാറിൻ്റെ അവരുടെയൊക്കെ ഫേസ്ബുക്ക് പേജുകളിലുമൊക്കെ VSന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളൊക്കെ കണ്ടു. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. കാരണം വേറെ ഒരു CPM നേതാവിനും കിട്ടാത്ത ഒരു മഹത്വം അദ്ദേഹത്തിന് ഉണ്ട്. അതുതന്നെയാണ് മറ്റ് പാർട്ടിയിൽപ്പെട്ടവരും മറ്റ് എതിർ ചേരിയിലുള്ളവർ പോലും അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പിടി പുഷ്പങ്ങൾ അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്കായി കാണാനും അതോടൊപ്പം തന്നെ പുഷ്പങ്ങൾ അർപ്പിക്കാനും എത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ആ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് മാത്രം സ്വന്തമായുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.